അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം. നമ്മുടെ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ ധർമ്മനിഷ്ഠനും എന്നാൽ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നവനുമായിരുന്നു കർണൻ. കർണന്റെ ധർമ്മപത്നിയായിരുന്നു വൃഷാലി. വെറും ഒരു സൂതപുത്രിയായിരുന്ന വൃഷാലി എങ്ങനെ ഒരു മഹാരാജ്ഞിയായി എന്ന കഥ നമുക്ക് ആസ്വദിക്കാം. ഹസ്തിനപുര മഹാരാജ്യം, ആ മഹാരാജ്യത്തിനു ചുറ്റും വനനിബിഡമായിരുന്നു. ആ വനപാതയിലൂടെ രണ്ട് യോദ്ധാക്കൾ രണ്ട് കുതിരകളിലായി സഞ്ചരിക്കുകയാണ്. അവർ പ്രയാഗയിലേക്ക് പോവുകയാണ്. ത്രിവേണി സംഗമ സ്ഥലമാണ് പ്രയാഗ. വൈകുന്നേരമായപ്പോൾ ആ യോദ്ധാക്കൾ പ്രയാഗയിലെത്തി. അസ്തമയ സൂര്യന് അർഘ്യാദികളൊക്കെ കഴിച്ചു. പിന്നീട് അവർ വീണ്ടും അവരുടെ സഞ്ചാരം തുടങ്ങി. വനപാതയിലൂടെ അവരുടെ കുതിരകളെയും പിടിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ എവിടെ നിന്നോ അവർ ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നു. അവർ നോക്കിയപ്പോൾ അതിസുന്ദരികളായ കുറച്ചു പെൺകുട്ടികൾ പ്രയാഗയിൽ നിന്നും മൺകുടത്തിൽ ജലം ശേഖരിച്ച് തലയിൽ ചുമന്നുകൊണ്ട് നടന്നു വരികയാണ്. അപ്പോൾ ഇവർക്ക് തോന്നി, ഈ പെൺകുട്ടികൾക്ക് കടന്നു പോകാൻ സഞ്ചാരയോഗ്യമാക്കാം പാത. അങ്ങനെ അവർ അവരുടെ കുതിരകളെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. പെൺകുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മുന്നിൽ നിന്ന യോദ്ധാവിന്റെ ഒരു കുതിര ആ പെൺകുട്ടികളിൽ ഒരാളുടെ കഴുത്തിൽ ഒന്ന് ഉരസി. ആ ഉരസലിൽ ആ പെൺകുട്ടിയുടെ കഴുത്തില് ഉരസിയപ്പോൾ തലയിലിരുന്ന മൺകുടം താഴേക്ക് തെറിച്ചു വീണു. മൺകുടത്തിലുള്ള ജലം ആകെ താഴെ വീണു. ആ പെൺകുട്ടിയുടെ ശരീരം ആകെ നനഞ്ഞു. ആ യോദ്ധാവിന്റെ വസ്ത്രം ആകെ നനഞ്ഞു. പെൺകുട്ടി ആകെ ഭയന്നു. പെൺകുട്ടി ആ യോദ്ധാവിന്റെ കാലിൽ വീണ് കിടന്ന് കരയുകയാണ്. പെട്ടെന്ന് കൂട്ടത്തിൽ പിന്നിൽ നിന്ന ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ ക്ഷമിക്കണം, എന്റെ കൂട്ടുകാരിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, അവളോട് പൊറുക്കണം. അപ്പൊ പെട്ടെന്ന് ഈ യോദ്ധാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവെന്നോ? ഞാൻ മഹാരാജാവ് ഒന്നുമല്ല, ഞാൻ വെറും ഒരു സൂതപുത്രനാണ്. ഞാൻ അധിരഥന്റെ ചമ്പാപുരിയിലെ അധിരഥന്റെയും രാധയുടെയും പുത്രനായ കർണനാണ്. എന്റെ സഹോദരനായ ശോണനാണ് എന്റെ അരികിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടികൾ കടന്നുപോയി. അങ്ങനെ ഇവർ സഹോദരന്മാര് 2 ദിവസം ഹസ്തിനപുരത്ത് താമസിച്ചിട്ട് പിന്നീട് അവരുടെ സ്ഥലത്തേക്ക്, അംഗരാജ്യത്തേക്ക് പോവുകയാണ്, ചമ്പാപുരിയിലേക്ക്. ചമ്പാപുരിയിലെത്തി രാജധാനിയിലെത്തിയ കർണനെ കാത്ത് വളരെ സന്തോഷമായൊരു വാർത്തയുണ്ടായിരുന്നു. ഹസ്തിനപുരത്തെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം അംഗരാജ്യത്തെ രാജാവായിട്ട് കർണനെ അഭിഷിക്തനാക്കാൻ പോകുന്നു എന്നായിരുന്നു ആ വാർത്ത. അങ്ങനെ കർണൻ അവിടെ രാജാവാകുന്നു, അംഗരാജാവാകുന്നു. ഒരു ദിവസം കർണൻ ഇങ്ങനെ രാജസഭയിൽ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭടൻ വന്ന് അറിയിക്കുകയാണ്, കർണനെ കാണാനായിട്ട് ഹസ്തിനപുരത്തെ യുവരാജാവായ ദുര്യോധനൻ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു പോലും. പെട്ടെന്ന് തന്നെ കർണൻ, അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്താണ് ദുര്യോധനൻ, ദുര്യോധനൻ വന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് രാജസഭ പെട്ടെന്ന് നിർത്തിവെച്ചിട്ട് കർണൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിലെത്തിയ കർണനെ കണ്ടുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, കർണ, നീ ഇപ്പോൾ വെറും ഒരു സൂതപുത്രനൊന്നുമല്ല, നീ ഇപ്പോൾ അംഗരാജാവാണ്, നീ വിവാഹം കഴിക്കണം. വിവാഹമോ? എനിക്ക് വിവാഹം ഒന്നും വേണ്ട എന്ന് കർണൻ പറയുകയാണ് ദുര്യോധനോട്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, നീ വിവാഹം കഴിച്ചേ പറ്റൂ. നീ ഒരു രാജാവായാൽ ആ രാജാവ് ചതുർഭുജനാകണം. എങ്കിൽ മാത്രമേ ആ രാജകിരീടത്തിന് ഉയർച്ചയുണ്ടാവൂ, മേൽക്കോയ്മ ഉണ്ടാവൂ എന്ന് കർണനോട് ദുര്യോധനൻ പറഞ്ഞു. അങ്ങനെ രാജാവായി വാഴുകയാണ്. രാജാവായി വാഴുന്ന നമ്മുടെ കർണൻ തൻ്റെ ആത്മസുഹൃത്തായ ദുര്യോധനന്റെ ഈ വാക്കുകൾ സ്വീകരിക്കുന്നു. കർണന്റെ ഓരോ പ്രഭാതവും തുടങ്ങുന്നത് തന്നെ ഗംഗാ നദിയില് സൂര്യന് അർഘ്യം കഴിച്ചുകൊണ്ടാണ്. അതിനുശേഷമേ കർണൻ എന്ത് പ്രവർത്തിക്കും പോവുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം കർണൻ ഗംഗാ നദിയിൽ അതിരാവിലെ സൂര്യൻ അർഘ്യം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിലവിളി ശബ്ദം കേൾക്കുകയാണ്, രക്ഷിക്കൂ, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ശബ്ദം ഒരു പെൺകുട്ടിയുടേതാണ്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക്, ആ നദിയിലേക്ക്, ഗംഗാ നദിയിലേക്ക് നോക്കുമ്പോൾ വളയിട്ട 2 കൈകൾ ജലോപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് കർണൻ നീന്തി, അർഘ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് നീന്തി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീന്തി
പോയി മുടികൾ അഴിഞ്ഞുലഞ്ഞു കിടക്കുകയാണ്. ആ മുടിയിൽ പിടിച്ച് വലിച്ച് ഗംഗാനദീ തീരത്തേക്ക് കൊണ്ടുവരികയാണ്. 2 കൈകൾ കൊണ്ട് കർണൻ തന്നെ ആ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് ഗംഗാനദീ തീരത്ത് കൊണ്ട് കിടത്തി. പെൺകുട്ടി വിറയ്ക്കുകയാണ്. പെട്ടെന്ന് കർണൻ ഓർത്തു, തന്റെ ഉത്തരീയം കരയിൽ ഇരിപ്പുണ്ടല്ലോ, ആ ഉത്തരീയം എടുത്ത് ഇവളെ പുതപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി ആ ഉത്തരീയം എടുത്തുകൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ പുതപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്ന പെൺകുട്ടി ഈ ആളിനെ കണ്ട് തിരിച്ചറിയുകയാണ്. പണ്ട് പ്രയാഗയിൽ വെച്ച് തന്റെ മൺകുടം താഴെ വീണ് ഉടഞ്ഞപ്പോൾ ആ മൺകുടത്തിന്റെ ഒരു കഷ്ണം എടുത്ത് തന്റെ ഉത്തരീയത്തിൽ കെട്ടിയ ആ യോദ്ധാവാണല്ലോ ഇത് എന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പെൺകുട്ടി പെട്ടെന്ന് ഓടി മറയുകയാണ് ഉണ്ടായത്. പിന്നീട് കർണൻ രാജധാനിയിൽ എത്തിയപ്പോൾ അച്ഛനായ അധിരഥനോട് ചോദിക്കുന്നു, എന്റെ വിവാഹം ഉറപ്പിച്ചുവല്ലോ. ഏതാണ് പെൺകുട്ടിയൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അച്ഛ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അധിരഥൻ തന്റെ മകനോട് പറഞ്ഞു, നിന്റെ ആത്മാർത്ഥ സുഹൃത്തായ ദുര്യോധനൻ നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ആ പെൺകുട്ടി ആരാണെന്ന് നിനക്ക് അറിയണ്ടേ? പ്രയാഗയിലെ പ്രധാന സാരഥിയായ സത്യസേനന്റെ സഹോദരി വൃഷാലിയെയാണ് നിനക്ക് പെൺകുട്ടിയായി വിവാഹം കഴിക്കാനായി നിന്റെ ആത്മസുഹൃത്തായ ദുര്യോധനൻ കണ്ടിരിക്കുന്നത് എന്ന് കർണനോട് അധിരഥൻ അറിയിച്ചു. ഇത് കേട്ട കർണന് സന്തോഷാതിരേകത്താൽ കർണന്റെ മനസ്സിൽ അമൃതകുംഭം ചൊരിഞ്ഞു. അത്രയ്ക്ക് സന്തോഷമായി കർണന്. നമ്മൾ ആലോചിക്കണം, കർണൻ ഒരു രാജാവാണിപ്പോൾ, അംഗരാജാവാണ്. എന്നിട്ടും കർണൻ ജീവിച്ചത് വെറും ഒരു സൂതപുത്രനെ പോലെയായിരുന്നു. എന്നിട്ടൊരു സൂത പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് അവരുടെ പ്രണയമുദ്രയായ ആ അടയാളമായ ആ മൺകുടം പൊട്ടിയതിന്റെ ഒരു കഷ്ണം തന്റെ ഉത്തരീയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. ആ ധീരയോദ്ധാവായ കർണനെ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്നും കാണാം. അതുപോലെ നമുക്കറിയാം, കർണന്റെ മരണം സംഭവിക്കുന്നത് അർജുനന്റെ കൈകൾ കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ പിടഞ്ഞു മരിക്കുന്ന കർണൻ ശ്രീകൃഷ്ണന്റെ മടിയിൽ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണനോടൊരു ഇംഗിതം അറിയിക്കുകയാണ്. ആ ഇംഗിതം ഇങ്ങനെയായിരുന്നു: തന്റെ ശവശരീരം ഒരു കന്യാഭൂമിയിൽ വേണം സംസ്കരിക്കുവാനെന്ന്. ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഒരു കന്യാഭൂമിയിൽ വേണം തന്റെ ശവദാഹം നടത്തുവാനെന്ന് കർണൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു. കർണന്റെ ഈ ആവശ്യപ്രകാരം ശ്രീകൃഷ്ണൻ കർണന്റെ ശവശരീരം കർണന്റെ തന്നെ കുതിരയുടെ മുകളിൽ കയറ്റി കുന്നിൻ മുകളിലേക്ക്, ആമീൻ കുന്നിൻ മുകളിലേക്ക് കയറുകയാണ്. കുന്നിന്റെ മുകളിൽ എത്തിയപ്പോൾ അതിഭയങ്കരമായ ഒരു പാറയുടെ മുകളിൽ ചന്ദന ചിത ഒരുക്കിയിരിക്കുന്നു. കർണന്റെ ആ ശവശരീരം ശ്രീകൃഷ്ണൻ തന്റെ കൈകളാൽ ഉയർത്തിയെടുത്ത് ചിതയിലേക്ക് വെച്ചു. ആ ചിതയിലേക്ക് അഗ്നി പകർന്നു. അഗ്നി ചുരുളുകൾ ഉയരുകയാണ്. ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ ആ അഗ്നി ചുരുളുകൾക്കിടയിലൂടെ നനഞ്ഞ വെള്ള വസ്ത്രം ധരിച്ച് മുടിയാകെ അഴിഞ്ഞുലഞ്ഞ ഒരു സ്ത്രീരൂപം നടന്നു വരുന്നു. ശ്രീകൃഷ്ണന് മനസ്സിലായി അത് വൃഷാലിയായിരുന്നു. അവൾ നടന്നു വന്ന് ആ ചിതയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന് കേൾക്കാൻ കഴിഞ്ഞു, പണ്ട് ആ പ്രയാഗയിൽ അവളുടെ ശിരസിൽ നിന്ന് മൺകുടം താഴെ വീണ് ഉടഞ്ഞ ആ ശബ്ദത്തിൽ ഇവർ ഇരുവരുടെയും നെഞ്ചിൻ കൂട് പൊട്ടുന്ന ശബ്ദം ശ്രീകൃഷ്ണന് കേൾക്കാൻ കഴിഞ്ഞു. അതുപോലെ ആ പുകച്ചുരുളുകൾ ആലിംഗനബദ്ധരായി ആകാശത്തിലേക്ക് ഉയരുന്നത് ശ്രീകൃഷ്ണൻ തൊഴുകൈകളോടെ നോക്കി നിന്നു. ശ്രീകൃഷ്ണന് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഉത്തരീയം താഴെ വീണ് കിടക്കുന്നതായി കാണുന്നു. ശ്രീകൃഷ്ണന് മനസ്സിലായി അത് വൃഷാലിയുടെ ഉത്തരീയമാണ്.
പെട്ടെന്ന് ആ ഉത്തരീയം എടുത്ത് ചിതയിലേക്ക് ഇടാനായി എടുത്തപ്പോൾ ഉത്തരീയത്തിന്റെ അറ്റത്തൊരു കെട്ട്. ശ്രീകൃഷ്ണന് തോന്നി ഈ കെട്ട് എന്താണോ ഒന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയപ്പോൾ അതിൽ കാണുന്നത് ആ മൺകുടത്തിന്റെ പൊട്ടിയ കഷ്ണമാണ്. ഒരു നിമിഷം ശ്രീകൃഷ്ണൻ വിചാരിച്ചു ഈ മൺകുടത്തിന്റെ പൊട്ടിയ കഷ്ണം കൂടി അവർ രണ്ടുപേരും എരിയുന്ന ആ ചിതയിലേക്ക് ഇടാമെന്ന്. പക്ഷേ ഇടാനായിട്ട് നീട്ടിയ ആ കൈകൾ ഒരു നിമിഷം ശ്രീകൃഷ്ണൻ പിന്നിലേക്ക് വലിക്കുകയാണ് ഉണ്ടായത്. എന്നും ഒരു ഭഗ്ന പ്രണയത്തിന്റെ വേദനയിൽ ജീവിക്കുന്ന ശ്രീകൃഷ്ണന് കർണന്റെയും വൃഷാലിയുടെയും പ്രണയത്തിന്റെ മുദ്രയായിരുന്ന ആ മൺകുടത്തിന്റെ കഷ്ണം എറിയാൻ കഴിഞ്ഞില്ല ചിതയിലേക്ക്. ആ കഷ്ണം എടുത്ത് ശ്രീകൃഷ്ണൻ തന്റെ പീതാംബരത്തിന്റെ അറ്റത്ത് കെട്ടി തന്റെ അരപ്പട്ടയിൽ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇന്നും കർണന്റെയും വൃഷാലിയുടെയും അനശ്വര പ്രണയം നിലനിൽക്കുക തന്നെ ചെയ്യുന്നു എന്ന് സാരം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.